ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗതിവിഗതികൾ പലപ്പോഴും മുൻകൂട്ടി പ്രവചിച്ചിട്ടുള്ള മണ്ണാണ് പശ്ചിമ ബംഗാളിൻ്റേത്. ഹൂഗ്ലി നദിയിലൂടെ ഒഴുകിപ്പോയ ജലത്തോടൊപ്പം ബംഗാളിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദശകങ്ങൾ നീണ്ട ഇടതുപക്ഷ ഭരണത്തിൻ്റെ അപ്രമാദിത്വവും അതിനുശേഷം കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ച തൃണമൂൽ തരംഗവും ഇന്ന് പൂർണ്ണമായും കടപുഴുകി എറിയപ്പെട്ടിരിക്കുകയാണ്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് എന്ന വടവൃക്ഷം ഉൾപോരുകളാലും അഴിമതി ആരോപണങ്ങളാലും നെടുകെ പിളരുകയും ബംഗാളിൻ്റെ ഭരണസിരാ കേന്ദ്രമായ നബനയിൽ BJP അധികാരത്തിൽ വരികയും ചെയ്തതോടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം പാടെ മാറിമറിഞ്ഞു. കാവിപ്പടയുടെ ഈ അധികാര ആരോഹണം ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ അവസാന വാക്കാണെന്ന് പലരും കരുതിയെങ്കിലും യഥാർത്ഥത്തിൽ അതൊരു പുതിയ രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ തുടക്കം മാത്രമായിരുന്നു. BJPയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിൻ്റെ അടിത്തട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരുത്തലുകളിലൊന്നാണ്. ചാരത്തിൽ നിന്നുള്ള ഇടതുപക്ഷത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പതനം പെട്ടെന്നുള്ള ഒന്നായിരുന്നില്ല. അധികാരത്തിൻ്റെ ഹുങ്കും താഴെത്തട്ടിലുള്ള നേതാക്കൾ നടത്തിയ വ്യാപകമായ അഴിമതികളും തൊഴിലില്ലായ്മയും ജനങ്ങളിൽ വലിയ ഭരണവിരുദ്ധ വികാരമാണ് സൃഷ്ടിച്ചത്. പാർട്ടിയിലെ അധികാര തർക്കങ്ങൾ ഒടുവിൽ ഒരു വലിയ പിളർപ്പിലേക്ക് വഴിമാറിയപ്പോൾ ആ ശൂന്യതയെ അതിവിദഗ്ധമായി മുതലെടുത്താണ് BJP ബംഗാളിൻ്റെ അധികാര കസേരയിലേക്ക് എത്തിയത്. എന്നാൽ വൈകാരികതയിലും വർഗീയ ധ്രുവീകരണത്തിലും ഊന്നി അധികാരത്തിലേറിയ BJPക്ക് ബംഗാളിലെ സാധാരണക്കാരുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെയാണ് ബംഗാൾ രാഷ്ട്രീയം അതിൻ്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിലെത്തുന്നത്. BJP അധികാരത്തിലെത്തിയ ഈ പുതിയ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം സംഭവിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വിഹിതത്തിലാണ്. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല എന്ന യാഥാർത്ഥ്യത്തെ അടിവരയിടുന്നതാണ് ബംഗാളിലെ ഏറ്റവും പുതിയ ഡാറ്റകൾ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 7.5% തകർന്നു പോയിടത്തു നിന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഈ തിരിച്ചുവരവ്. എന്നാൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെയും പ്രാദേശിക ഉപതെരഞ്ഞെടുപ്പുകളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വിഹിതം 15% മുതൽ 20% വരെയായി കുതിച്ചുയർന്നിരിക്കുന്നു. ഇതൊരു ചെറിയ വർധനവല്ല, മറിച്ച് ഒരു ജനത തങ്ങളുടെ പഴയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വീണ്ടും വിശ്വാസമർപ്പിക്കുന്നതിൻ്റെ കൃത്യമായ സൂചനയാണ്. കേവലം വോട്ട് ശതമാനത്തിൽ മാത്രമല്ല ഈ മാറ്റം പ്രതിഫലിക്കുന്നത്. സംസ്ഥാനത്തെ ഏകദേശം 25% മുതൽ 30% വരെ സീറ്റുകളിൽ ഭരണകക്ഷിയായ BJPയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് ഇടതുപക്ഷം ശക്തമായി 2ാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. ഒരു കാലത്ത് BJP വലിയ മുന്നേറ്റം നടത്തിയ വടക്കൻ ബംഗാളിലെ തേയിലത്തോട്ടം മേഖലകളിലും കൊൽക്കത്ത നഗരത്തിലെ വിദ്യാസമ്പന്നരായ വോട്ടർമാർക്കിടയിലുമാണ് ഈ മാറ്റം ഏറ്റവും വ്യക്തമായി പ്രകടമാകുന്നത്. ഈ വോട്ട് വർധനവിൻ്റെ പിന്നിലെ ശാസ്ത്രീയമായ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ BJPയിലെ വോട്ട് ചോർച്ചയാണ് ഏറ്റവും പ്രധാനമായി കാണാനാവുന്നത്. തൃണമൂൽ ഭരണകാലത്ത് പാർട്ടി കേഡർമാരുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ BJPയിലേക്ക് താൽക്കാലികമായി പോയ ഇടത് അനുഭാവികളായ വോട്ടർമാരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ തിരികെ മാതൃസംഘടനയിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഏകദേശം 8% മുതൽ 10% വരെ വോട്ടുകൾ ഇത്തരത്തിൽ തിരികെ വരുന്നുണ്ടെന്നാണ് പ്രാഥമിക വിശകലനങ്ങൾ കാണിക്കുന്നത്. BJP ഭരണത്തിലെത്തിയെങ്കിലും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന തിരിച്ചറിവാണ് ഈ മടങ്ങിപ്പോക്കിൻ്റെ കാരണം. ഇതിനു പുറമെ തൃണമൂൽ കോൺഗ്രസ് പിളർന്നതോടെ നിരാശരായ നിഷ്പക്ഷ വോട്ടർമാരും അഴിമതിരഹിതരായ മുൻ തൃണമൂൽ പ്രവർത്തകരും വലിയ തോതിൽ ചുവപ്പ് പാളയത്തിലേക്ക് ആകർഷ്ടരാകുന്നുണ്ട്. വർഗീയത പറയുന്ന BJPക്കും അഴിമതിയിൽ മുങ്ങിയ പഴയ തൃണമൂൽ നേതാക്കൾക്കും പകരമുള്ള ഏറ്റവും മികച്ച രാഷ്ട്രീയ ബദൽ ഇടതുപക്ഷമാണെന്ന ബോധ്യം ബംഗാളിൻ്റെ ഗ്രാമങ്ങളിൽ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കണക്കുകളിലെ മാറ്റത്തിനും ഇടതുപക്ഷത്തിൻ്റെ ഈ പുതിയ ഉണർവിനും പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മീനാക്ഷി മുഖർജി എന്ന യുവ നേതാവിൻ്റെ ഉജ്ജ്വലമായ സാന്നിധ്യമാണ്. പരമ്പരാഗത രാഷ്ട്രീയ നേതാക്കളുടെ അച്ചുകളിൽ നിന്ന് മാറി നടക്കുന്ന മീനാക്ഷി ബംഗാളിലെ അടിസ്ഥാന വർഗത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന പോരാളിയാണ്. അധികാരത്തിൻ്റെ ഇടനാഴികളിലോ ശീതീകരിച്ച മുറികളിലോ അല്ല, മറിച്ച് പൊടിപിടിച്ച തെരുവുകളിലും കർഷകരുടെ ഇടയിലുമാണ് അവർ തൻ്റെ രാഷ്ട്രീയ ഇടം കണ്ടെത്തിയത്. ഭരണകക്ഷിയായ BJPയുടെ സമ്പത്തിനോടോ പണക്കൊഴുപ്പിനോടോ അല്ല, മറിച്ച് ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളെ ഉയർത്തിപ്പിടിച്ചാണ് മീനാക്ഷി പോരാടുന്നത്. ഈ ആത്മാർത്ഥതയാണ് ബംഗാളിലെ യുവാക്കളെ അവരിലേക്ക് ആകർഷിക്കുന്നത്. മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ DYFI നടത്തിയ ഇൻസാഫ് യാത്ര എന്ന നീതിക്കായുള്ള യാത്ര ബംഗാൾ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ സുവർണ ലിപികളിൽ എഴുതപ്പെടേണ്ട ഒന്നാണ്. 2900 കിലോമീറ്ററോളം ദൂരം ബംഗാളിൻ്റെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും അവർ കാൽനടയായി സഞ്ചരിച്ചു. ഭരണകൂടത്തിൻ്റെ യാതൊരു പിന്തുണയുമില്ലാതെ ലക്ഷക്കണക്കിന് യുവാക്കളാണ് ഈ യാത്രയിൽ അണിനിരുന്നത്. യാത്രയുടെ സമാപനമായി കൊൽക്കത്തയിലെ ചരിത്രപ്രസിദ്ധമായ ബ്രിഗേഡ് മൈതാനത്ത് നടന്ന റാലി ഇടതുപക്ഷത്തിൻ്റെ തിരിച്ചുവരവിൻ്റെ ഏറ്റവും ആധികാരിക രേഖയായി മാറി.
5 ലക്ഷത്തോളം വരുന്ന ജനക്കൂട്ടമാണ് അവിടെ തടിച്ചുകൂടിയത്. സൗജന്യങ്ങളോ വാഗ്ദാനങ്ങളോ നൽകി കൊണ്ടുവന്നവരല്ല, മറിച്ച് തൊഴിലിനും ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടി സ്വയം സമരമുഖത്തേക്ക് ഇറങ്ങി വന്ന യുവാക്കളായിരുന്നു ആ ജനസമുദ്രം. ഈ യുവമുന്നേറ്റം വോട്ട് കണക്കുകളിലും കൃത്യമായി പ്രതിഫലിക്കുന്നുണ്ട്. 18 മുതൽ 25 വയസ്സുവരെയുള്ള പുതിയ തലമുറയിലെ വോട്ടർമാർക്കിടയിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം മുൻപത്തേക്കാൾ 12% വർദ്ധിച്ചതായി ഏറ്റവും പുതിയ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു. മുൻകാല ഇടതുഭരണത്തിൻ്റെ പോരായ്മകളെക്കാൾ ഇന്ന് തങ്ങൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് ഈ യുവാക്കളെ ചിന്തിപ്പിക്കുന്നത്. സർക്കാർ മേഖലകളിലെ നിയമന നിരോധനവും പുതിയ വ്യവസായങ്ങൾ വരാത്തതും അവരെ രോഷാകുലരാക്കുന്നു. ഈ രോഷത്തെ കൃത്യമായ രാഷ്ട്രീയ ദിശാബോധത്തോടെ നയിക്കാൻ മീനാക്ഷി മുഖർജിക്കും സംഘത്തിനും കഴിയുന്നുണ്ട്. വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും തൊഴിലില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് മുന്നിൽ കൃത്യമായ വ്യവസായവൽക്കരണ നയങ്ങളും തൊഴിലവസരങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നു. തൃണമൂലിൻ്റെ പിളർപ്പും നിലവിലെ BJP ഭരണവും സൃഷ്ടിച്ച സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ബംഗാളിലുള്ളത്. അധികാരത്തിലേറിയ BJP സാധാരണക്കാരുടെ ജീവൽ പ്രശ്നങ്ങളെക്കാൾ വൈകാരിക വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയിൽ BJP സർക്കാർ നടത്തുന്ന വിട്ടുവീഴ്ചകൾ ജനങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടാക്കുന്നുണ്ട്. മറുഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ് അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ്. അവരിൽ നിന്ന് പുറത്തുവന്ന അഴിമതികളോട് താല്പര്യമില്ലാത്ത സത്യസന്ധരായ പ്രവർത്തകർ ഇപ്പോൾ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ പരസ്യമായി തന്നെ താല്പര്യപ്പെടുന്നു. ഈ അനുകൂല ഘടകങ്ങളെല്ലാം ചേർന്ന് വരും തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് വിഹിതം 25% മുകളിലേക്ക് അനായാസം എത്തിക്കുമെന്ന് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ഉറച്ചു വിശ്വസിക്കുന്നു. ചുരുക്കത്തിൽ, ബംഗാളിലെ നബന്നയുടെ മുകളിൽ ഇന്ന് കാവിപ്പതാക പാറിക്കളിക്കുന്നുണ്ടെങ്കിലും താഴെത്തട്ടിൽ ബംഗാളിൻ്റെ ഹൃദയഭൂമിയിൽ ചെങ്കോടി അതിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കുകയാണ്. ഇതൊരു കേവലമായ രാഷ്ട്രീയ മാറ്റമല്ല, മറിച്ച് തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രസ്ഥാനം നടത്തുന്ന വലിയൊരു നവീകരണമാണ്. മീനാക്ഷി മുഖർജി എന്ന യുവ പോരാളിയിലൂടെ ബംഗാൾ വീണ്ടും ഒരു ചരിത്രപരമായ രാഷ്ട്രീയ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ഈ കണക്കുകൾ നൽകുന്നത്. ധ്രുവീകരണത്തിൻ്റെയും അഴിമതിയുടെയും രാഷ്ട്രീയത്തിന് പകരമായി മനുഷ്യൻ്റെ വിശപ്പിൻ്റെയും തൊഴിലിൻ്റെയും രാഷ്ട്രീയം വീണ്ടും ബംഗാളിൽ വിജയം വരിക്കുന്ന ആ നാളുകൾ അതിവിദൂരമല്ല. ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവർക്ക് കാലം കാത്തുവയ്ക്കുന്ന തിരിച്ചുവരവിൻ്റെ ചരിത്രം കൂടിയാകുമത്.